ഹലോ ഫ്രണ്ട്സ്, ടെക് ടു ലൈഫ് ബൈ അസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണ്? നല്ലൊരു പ്ലാൻ വേണം, നല്ല മെറ്റീരിയൽ വേണം, നല്ലൊരു കോൺട്രാക്ടർ വേണം. പക്ഷേ ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കോൺട്രാക്ടറിനെ വീട് പണിയാൻ ഏൽപ്പിക്കുമ്പോൾ കൃത്യമായ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ വിശ്വാസമുണ്ട്, അഗ്രിമെന്റ് ഒന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞ് അഗ്രിമെന്റ് ഇല്ലാതെ വീട് പണി തുടങ്ങുന്ന പലരെയും കാണാം. പക്ഷേ പണി തുടങ്ങിയതിനു ശേഷം ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായാൽ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാം. എത്ര രൂപയ്ക്ക് പണി ചെയ്യണം? ഏതൊക്കെ ജോലികൾ കോൺട്രാക്ടർ ചെയ്യണം? ഏതൊക്കെ മെറ്റീരിയൽ ഓണർ നൽകണം? പേയ്മെന്റ് എപ്പോൾ കൊടുക്കണം? പണി എപ്പോൾ പൂർത്തിയാക്കണം? ഇതൊക്കെ ആദ്യം തന്നെ എഴുതിവെച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന പല തർക്കങ്ങളും ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നോക്കാം, വീട് പണി കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുമ്പോൾ ഒരു നല്ല അഗ്രിമെന്റിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന്. അഗ്രിമെന്റ് എപ്പോഴും ഒരു അഡ്വക്കേറ്റാണ് തയ്യാറാക്കേണ്ടത്, അതാണ് സേഫ്. ഇനി അഗ്രിമെന്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, അഗ്രിമെന്റിൽ ഓണറിന്റെയും കോൺട്രാക്ടറിന്റെയും പൂർണ്ണ വിവരങ്ങൾ കൃത്യമായി എഴുതണം. പേര് മാത്രം എഴുതിയാൽ പോരാ. ഓണറിന്റെ പേര്, വിലാസം, ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ എന്നിവയും. കോൺട്രാക്ടറിന്റെ പേര്, സ്ഥാപനത്തിന്റെ പേരുണ്ടെങ്കിൽ അത്, വിലാസം, ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങളും രേഖപ്പെടുത്തണം. കോൺട്രാക്ടർ ഒരു ഫേം അല്ലെങ്കിൽ കമ്പനിയാണെങ്കിൽ ആ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് അഗ്രിമെന്റ് ഒപ്പിടുന്ന വ്യക്തിയുടെ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നത് നല്ലതാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, വീട് പണിയുന്ന സ്ഥലത്തിന്റെ വിവരങ്ങൾ. അഗ്രിമെന്റ് ഏത് പ്രോപ്പർട്ടിക്കാണ് ബാധകമെന്ന് വ്യക്തമായിരിക്കണം. വീടിന്റെ ലൊക്കേഷൻ, ആവശ്യമായ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്, അപ്രൂവ്ഡ് പ്ലാനിന്റെ റെഫറൻസ് തുടങ്ങിയവ അഗ്രിമെന്റിൽ ഉൾപ്പെടുത്താം. മൂന്നാമത്തെ കാര്യം, കോൺട്രാക്ടർ ചെയ്യേണ്ട ജോലികൾ കൃത്യമായി എഴുതണം. ഇതാണ് അഗ്രിമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന്. വീട് പൂർണ്ണമായി പണിതുതരും എന്ന് മാത്രം എഴുതിയാൽ പോരാ. ഫൗണ്ടേഷൻ മുതൽ സ്ട്രക്ചർ വരെ കോൺട്രാക്ടർ ചെയ്യുമോ? മേസൺറി വർക്ക് ആരാണ് ചെയ്യുന്നത്? പ്ലാസ്റ്ററിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ്, ഫ്ലോറിംഗ്, പെയിന്റിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ്, കിച്ചൺ വർക്ക്, കോമ്പൗണ്ട് വാൾ, എക്സ്റ്റേണൽ വർക്ക്സ്. ഇതൊക്കെ കോൺട്രാക്ടർ ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ഓണർ വേറെ കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുമോ എന്ന് വ്യക്തമായി എഴുതണം. ഒരു ജോലി അഗ്രിമെന്റിലില്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്കോപ്പ് ഓഫ് വർക്ക് വളരെ കൃത്യമായി തയ്യാറാക്കണം. നാലാമത്തെ കാര്യം, BOQ, അതായത് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. പണി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനൊപ്പം ഓരോ ജോലിക്കും വേണ്ട ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ, റേറ്റ് എന്നിവ സാധ്യമാകുന്നിടത്തോളം വ്യക്തമായി രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഉദാഹരണത്തിന്, ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നത്? സ്റ്റീൽ ഏത് സ്പെസിഫിക്കേഷനാണ്? സിമന്റ്, ബ്ലോക്സ്, സാൻഡ്, ടൈൽസ്, സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് തുടങ്ങിയവയുടെ സ്പെസിഫിക്കേഷൻ എന്താണ്? ഇവയെല്ലാം ഡ്രോയിംഗ്, BOQ, സ്പെസിഫിക്കേഷൻ എന്നിവയുമായി ബന്ധിപ്പിച്ച് അഗ്രിമെന്റിന്റെ ഭാഗമാക്കാം. ഇത് കോൺട്രാക്ടറിനും ഓണറിനും ഒരുപോലെ പ്രൊട്ടക്ഷൻ നൽകും. അഞ്ചാമത്തെ കാര്യം, ആകെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ഏകദേശം ഇത്ര രൂപ വരും എന്ന രീതിയിൽ മാത്രം അഗ്രിമെന്റ് ഉണ്ടാക്കരുത്. കോൺട്രാക്ട് എമൗണ്ട് എത്രയാണ്? അത് ലംപ് ആണോ അല്ലെങ്കിൽ ഐറ്റം റേറ്റ് അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണോ? ഇത് വ്യക്തമായി എഴുതണം. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണെങ്കിൽ ഏത് ഏരിയ ആണ് കണക്കാക്കുന്നത് എന്നും വ്യക്തമാക്കണം. ബിൽട്ടപ്പ് ഏരിയ ആണോ, പ്ലിന്ത് ഏരിയ ആണോ? എഗ്രിമെന്റിൽ ഉപയോഗിക്കുന്ന മെഷർമെന്റ് മെത്തേഡ് എന്താണെന്ന് തന്നെ വ്യക്തമാക്കുന്നത് നല്ലതാണ്. ആറാമത്തെ കാര്യം, പേയ്മെന്റ് സ്കെഡ്യൂൾ. ഇത് വളരെ പ്രധാനമാണ്. പണി നടക്കുമ്പോൾ പണം കൊടുക്കാം എന്ന് പറഞ്ഞാൽ പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാകാം. അതിനു പകരം കൺസ്ട്രക്ഷൻ സ്റ്റേജസ് അനുസരിച്ച് പേയ്മെന്റ് സ്കെഡ്യൂൾ തയ്യാറാക്കാം. ഉദാഹരണത്തിന്, ഫൗണ്ടേഷൻ പൂർത്തിയായാൽ ഇത്ര ശതമാനം, സ്ട്രക്ചർ പൂർത്തിയായാൽ ഇത്ര, പ്ലാസ്റ്ററിംഗ് പൂർത്തിയായാൽ ഇത്ര, ഫ്ലോറിംഗ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തുടങ്ങിയ സ്റ്റേജസ് അനുസരിച്ച് പേയ്മെന്റ് നൽകുന്ന രീതിയിൽ സ്കെഡ്യൂൾ തയ്യാറാക്കാം. പക്ഷേ ഓരോ പ്രോജക്റ്റിന്റെയും പേയ്മെന്റ് സ്കെഡ്യൂൾ വ്യത്യസ്തമായിരിക്കും. അതിനാൽ പ്രോജക്റ്റിന് അനുയോജ്യമായ രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പേയ്മെന്റ് ചെയ്തതിന്റെ തെളിവ്. ക്യാഷായി കൊടുത്താലും ബാങ്ക് ട്രാൻസ്ഫറായി കൊടുത്താലും പേയ്മെന്റ് റെക്കോർഡ് സൂക്ഷിക്കുക.
പേയ്മെന്റ് റിസീപ്റ്റ്, ബാങ്ക് ട്രാൻസാക്ഷൻ, ഇൻവോയ്സ് തുടങ്ങിയ രേഖകൾ സൂക്ഷിക്കുന്നത് പിന്നീട് വളരെ ഉപകാരപ്പെടും. 7ാമത്തെ കാര്യം, മെറ്റീരിയൽ ആരാണ് വാങ്ങുന്നത്? ഇത് അഗ്രിമെന്റിൽ നിർബന്ധമായും വ്യക്തമാക്കണം. ഉദാഹരണത്തിന്, സിമന്റ്, സ്റ്റീൽ, ബ്രിക്സ്, സാൻഡ്, ടൈൽസ് എന്നിവ ഓണറാണോ വാങ്ങുന്നത്? അല്ലെങ്കിൽ കോൺട്രാക്ടറാണോ വാങ്ങുന്നത്? കോൺട്രാക്ടർ വാങ്ങുകയാണെങ്കിൽ അതിന്റെ റേറ്റ് എങ്ങനെ കണക്കാക്കും? മെറ്റീരിയൽ സെലക്ഷൻ ആരാണ് തീരുമാനിക്കുന്നത്? ബ്രാൻഡ് മാറ്റണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കണം. 8ാമത്തെ കാര്യം, കൺസ്ട്രക്ഷൻ ടൈം ലൈൻ. പണി തുടങ്ങുന്ന തീയതി എന്താണ്? എക്സ്പെക്റ്റഡ് കംപ്ലീഷൻ ഡേറ്റ് എന്താണ്? പണി വൈകാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന്, ശക്തമായ മഴ, മെറ്റീരിയൽ അവൈലബിലിറ്റി, ഗവൺമെന്റ് അപ്രൂവൽസ്, ഓണർ ആവശ്യപ്പെടുന്ന ഡിസൈൻ ചേഞ്ചസ് തുടങ്ങിയ കാര്യങ്ങൾ വന്നാൽ ടൈം ലൈൻ എങ്ങനെ മാറ്റും എന്ന് അഗ്രിമെന്റിൽ വ്യക്തമാക്കാം. കോൺട്രാക്ടറിന്റെ കാരണമുള്ള അനാവശ്യമായ ഡിലേ ഉണ്ടെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതും നിയമപരമായി സാധ്യമായ രീതിയിൽ അഗ്രിമെന്റിൽ വ്യക്തമാക്കാം. 9ാമത്തെ കാര്യം, ഡിസൈൻ ചേഞ്ച്. വീട് പണിയുന്നതിനിടയിൽ ഓണറിന് ചില ചേഞ്ചസ് വേണമെന്ന് തോന്നാം. ഒരു വിൻഡോ മാറ്റണം, ഒരു റൂമിന്റെ സൈസ് മാറ്റണം, ടൈൽ മാറ്റണം, എക്സ്ട്രാ ഇലക്ട്രിക്കൽ പോയിന്റ്സ് വേണം, ഇങ്ങനെ പല ചേഞ്ചസ് വരാം. പക്ഷേ വെർബലായി പറഞ്ഞ് വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചേഞ്ച് വരുമ്പോൾ അത് എഴുതി രേഖപ്പെടുത്തുക. അഡീഷണൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയാണ്? വർക്ക് കംപ്ലീഷൻ ടൈമിൽ മാറ്റമുണ്ടാകുമോ? ഇതൊക്കെ ഓണറിന്റെയും കോൺട്രാക്ടറിന്റെയും അപ്രൂവലോടെ രേഖപ്പെടുത്തണം. ഇത് പിന്നീട് ഞാൻ പറഞ്ഞില്ല, അത് എക്സ്ട്രാ വർക്കാണ്, എക്സ്ട്രാ അമൗണ്ട് പറഞ്ഞിരുന്നില്ല തുടങ്ങിയ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. 10ാമത്തെ കാര്യം, ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസ്. വീടിന്റെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി സംബന്ധിച്ച കാര്യങ്ങൾ അഗ്രിമെന്റിലും അതിന്റെ അനെക്ഷേഴ്സിലും വ്യക്തമായി നൽകുന്നത് നല്ലതാണ്. സ്ട്രക്ചറൽ വർക്ക് അപ്രൂവ്ഡ്. സ്ട്രക്ചറൽ ഡ്രോയിംഗ് അനുസരിച്ചായിരിക്കണം. കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്മെന്റ്, മേസൺറി, വാട്ടർ പ്രൂഫിംഗ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തുടങ്ങിയവയ്ക്ക് ബന്ധപ്പെട്ട് ഡ്രോയിംഗ്സ്, സ്പെസിഫിക്കേഷൻസ്, ആപ്ലിക്കബിൾ സ്റ്റാൻഡേർഡ്സ് എന്നിവ ഫോളോ ചെയ്യണം. പ്രത്യേകിച്ച് സ്ട്രക്ചറൽ വർക്ക് പോലുള്ള കാര്യങ്ങളിൽ സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ നൽകുന്ന ഡ്രോയിംഗിനും നിർദ്ദേശങ്ങൾക്കും മുൻഗണന നൽകണം. 11ാമത്തെ കാര്യം, വർക്ക്മെൻഷിപ്പ്, ഡിഫെക്ട്സ് എന്നിവ. പണി പൂർത്തിയായതിനു ശേഷം ചെറിയ ഡിഫെക്ട്സ് ഉണ്ടാകാം. അത്തരം ഡിഫെക്ട്സ് കോൺട്രാക്ടർ എങ്ങനെ റെക്ടിഫൈ ചെയ്യും? എത്ര സമയത്തിനുള്ളിൽ റെക്ടിഫൈ ചെയ്യണം? അതിനുള്ള ഉത്തരവാദിത്വം ആരുടേതാണ്? ഇതൊക്കെ അഗ്രിമെന്റിൽ വ്യക്തമായി പറയാം. പ്രത്യേകിച്ച് വാട്ടർ പ്രൂഫിംഗ്, ലീക്കേജ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ഡിഫെക്ട്സ് തുടങ്ങിയ കാര്യങ്ങളിൽ ആപ്ലിക്കബിൾ വാറന്റി അല്ലെങ്കിൽ ഡിഫെക്ട് ലയബിലിറ്റി ടേംസ് ഉണ്ടെങ്കിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തുക. 12ാമത്തെ കാര്യം, സേഫ്റ്റി. കൺസ്ട്രക്ഷൻ സൈറ്റിൽ തൊഴിലാളികളുടെ സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വർക്കേഴ്സിന്റെ സേഫ്റ്റി ഇക്വിപ്മെന്റ്, സൈറ്റ് സേഫ്റ്റി, ടെമ്പററി ഇലക്ട്രിക്കൽ കണക്ഷൻസ്, സ്കാഫോൾഡിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ ആരാണ് ഉത്തരവാദിയെന്ന് അഗ്രിമെന്റിൽ വ്യക്തമാക്കുന്നത് നല്ലതാണ്. കുട്ടികളും മറ്റുള്ളവരും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള സേഫ്റ്റി അറേഞ്ച്മെന്റ്സും ശ്രദ്ധിക്കണം. 13ാമത്തെ കാര്യം, ഗവൺമെന്റ് അപ്രൂവൽസ്, പെർമിറ്റ്സ്, ടാക്സസ് തുടങ്ങിയവ. ബിൽഡിംഗ് പെർമിറ്റ്, ഇൻസ്പെക്ഷൻ, യൂട്ടിലിറ്റി കണക്ഷൻസ് തുടങ്ങിയവയിൽ ആരാണ് എന്ത് ചെയ്യേണ്ടത് എന്ന് അഗ്രിമെന്റിൽ വ്യക്തമായി രേഖപ്പെടുത്തുക. കോൺട്രാക്ടർ ചെയ്യേണ്ട കാര്യങ്ങളും ഓണർ ചെയ്യേണ്ട കാര്യങ്ങളും വേർതിരിച്ച് എഴുതുന്നത് നല്ലതാണ്. 14ാമത്തെ കാര്യം, അഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യം. പണി വളരെ വൈകുന്നു. കോൺട്രാക്ടർ അഗ്രിമെന്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാലിക്കുന്നില്ല. പേയ്മെന്റ് സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുതരമായ ബ്രീച്ച് ഉണ്ടാകുന്നു. അത്തരം സാഹചര്യത്തിൽ അഗ്രിമെന്റ് എങ്ങനെ ടെർമിനേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു ക്ലോസ് ഉണ്ടായിരിക്കണം. ടെർമിനേഷൻ ചെയ്യുന്നതിനു മുൻപ് നോട്ടീസ് നൽകേണ്ടതുണ്ടോ? എത്ര ദിവസത്തെ നോട്ടീസ് വേണം? പൂർത്തിയായ വർക്കിന്റെ പേയ്മെന്റ് എങ്ങനെ സെറ്റിൽ ചെയ്യും? മെറ്റീരിയൽസ്, ഡ്രോയിംഗ്സ്, ഡോക്യുമെന്റ്സ് എന്നിവ എങ്ങനെ കൈമാറും? ഇതൊക്കെ നിയമപരമായി ശരിയായ രീതിയിൽ അഗ്രിമെന്റിൽ ഉൾപ്പെടുത്തണം. 15ാമത്തെ കാര്യം, ഡിസ്പ്യൂട്ട് വന്നാൽ എന്ത് ചെയ്യും? അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടും ചിലപ്പോൾ തർക്കങ്ങളുണ്ടാകാം. അപ്പോൾ നേരിട്ട് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഡിസ്കഷൻ അല്ലെങ്കിൽ മീഡിയേഷൻ വഴി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് അഗ്രിമെന്റിൽ പറയാം.
അതിനുശേഷവും പ്രശ്നം പരിഹരിക്കാനാകുന്നില്ലെങ്കിൽ അപ്ലിക്കബിൾ ലോ അനുസരിച്ച് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിംഗ്സ് സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾപ്പെടുത്താം. ഇതിന്റെ എക്സാക്ട് ലീഗൽ വേർഡിംഗ് ഒരു ക്വാളിഫൈഡ് ലോയറിനെ കൊണ്ട് തയ്യാറാക്കുന്നതാണ് സുരക്ഷിതം. ഇനി അവസാനമായി അഗ്രിമെന്റിന്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യണം? അപ്രൂവ്ഡ് ബിൽഡിംഗ് പ്ലാൻ, സ്ട്രക്ചറൽ ഡ്രോയിങ്സ്, BOQ, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ്, പേയ്മെന്റ് സ്കെഡ്യൂൾ, വർക്ക് സ്കെഡ്യൂൾ, ചേഞ്ച് ഓർഡർ ഫോമാറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതും. ഇതൊക്കെ അഗ്രിമെന്റിന്റെ അനക്ഷരായി സൂക്ഷിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഗുണമുണ്ട്. പിന്നീട് എന്തെങ്കിലും സംശയം വന്നാൽ അന്ന് നമ്മൾ എന്താണ് തീരുമാനിച്ചത് എന്ന് ഓർത്തെടുക്കേണ്ടി വരില്ല. രേഖ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീട് പണിയുമ്പോൾ കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുന്നതുപോലെ തന്നെ അഗ്രിമെന്റ് തയ്യാറാക്കുന്നതിനും പ്രാധാന്യം നൽകണം. അഗ്രിമെന്റ് എന്നത് കോൺട്രാക്ടറിനെ സംശയിക്കുന്നതിന്റെ ഭാഗമല്ല, മറിച്ച് ഓണറിനും കോൺട്രാക്ടറിനും ഒരുപോലെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. ഒരു നല്ല അഗ്രിമെന്റ് എന്നത് പ്രശ്നമുണ്ടായ ശേഷം ഉപയോഗിക്കാനുള്ള ഒരു പേപ്പർ മാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വിശ്വാസമുണ്ട്, അഗ്രിമെന്റ് എന്തിനാണ് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മുടെ തീരുമാനങ്ങൾ രണ്ടുപേർക്കും വ്യക്തമായി രേഖപ്പെടുത്തി വയ്ക്കാം എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത്. പ്രധാനമായും കൺസ്ട്രക്ഷൻ കോസ്റ്റ്, സ്കോപ്പ് ഓഫ് വർക്ക്, BOQ, പേയ്മെന്റ് സ്കെഡ്യൂൾ, ടൈം ലൈൻ, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ്, എക്സ്ട്രാ വർക്ക്, ക്വാളിറ്റി, ഡിഫക്റ്റ് ലയബിലിറ്റി, സേഫ്റ്റി, ടെർമിനേഷൻ, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇത് ഒരു പൊതുവായ കൺസ്ട്രക്ഷൻ ഗൈഡൻസ് മാത്രമാണ്. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ വാല്യൂ, കോൺട്രാക്ട് ടൈപ്പ്, ലൊക്കേഷൻ, വർക്ക് സ്കോപ്പ് എന്നിവ അനുസരിച്ച് നിയമപരമായ വ്യവസ്ഥകൾ മാറാം. അതുകൊണ്ട് അഗ്രിമെന്റ് ഫൈനലായി സൈൻ ചെയ്യുന്നതിന് മുമ്പ് ക്വാളിഫൈഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന്റെയും ആവശ്യമായാൽ ഒരു ലോയറിന്റെയും സഹായം തേടുന്നത് നല്ലതാണ്. വീട് പണിയുന്നത് ജീവിതത്തിലെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് പണി തുടങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങൾ വ്യക്തമായി എഴുതിവെക്കുക. പിന്നീട് പ്രശ്നം വന്നിട്ട് അന്വേഷിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി വ്യക്തമായി തീരുമാനിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൺസ്ട്രക്ഷൻ സംബന്ധമായ കൂടുതൽ യൂസ്ഫുൾ ടിപ്സ് ലഭിക്കാൻ ടെക് ടു ലൈഫ് ബൈ അസി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യാം. വീട് പണിയാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ കൺസ്ട്രക്ഷൻ ടിപ്പുമായി കാണാം. നന്ദി.